ഒരെണ്ണോട് ചേച്ചി തരാം വാ. എന്തിനു നോക്കുന്നത് ഇങ്ങനെ? എന്തോടി നോക്കുന്നത്? പിന്നെ ഞാൻ ആരെങ്കിലും കണ്ടോ? ഓ അവിടെ ഒരാളിരിക്കുന്നത്. രാവിലെ വന്നിട്ട് അതിൻ്റെ വണ്ട കയറി ഇരിക്കുക. അവിടെ വെച്ച് പാപ്പം കൊടുത്ത് മുറുക്ക് അവിടെ വെച്ച് കൊടുത്ത്. അവിടെ അല്ല ഇവിടെ വന്നായിരുന്നു. അപ്പം പിന്നെ എടുത്തോണ്ട് അവിടെ കൊണ്ടുപോയി അത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം മോൻ അപ്പു ബാക്കി പാപ്പം എന്നാ? ഒരെണ്ണോട് ചേച്ചി തരാം വാ. വായ്യോ അപ്പു ഇരിക്കുന്ന കണ്ടായിരുന്നോ? അവിടെ ഇരിപ്പുണ്ട്. ബാക്കി പാപ്പം കൊടുക്കാൻ വേണ്ടി നോക്കുക. അത് കഴിച്ചുകൊണ്ടിരിക്കുക മുറുക്ക്. അപ്പോൾ ഇനി ഒരെണ്ണോട് കൊടുക്കാൻ വിചാരിച്ചു. ഇവൻ പിന്നെ വരുമില്ലല്ലോ, അത് കാരണം. അപ്പൂ വായോ. നമ്മുടെ കൊച്ചമ്മ രാവിലെ ഇവിടെ വന്നിരിപ്പുണ്ട്. തമ്പുരാൻ പൂച്ച അകത്ത് കയറ്റി രാവിലെ പാപ്പൊക്കെ തീറ്റി കഴിഞ്ഞ് കുസൃതിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. എന്തോടി നോക്കുന്നത്? നോട്ടം. മോനെ ഈ ഞങ്ങളുടെ വേറൊരു കൊച്ചു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു മനുഷ്യൻ, ഞങ്ങളുടെ കൊച്ചു വലിയ മനുഷ്യൻ ഡോറാമയുടെ നാടവിടെ കിടപ്പുണ്ട്. ഡോറാമയുടെ അതിനകത്ത് കിടക്കുക, അതിൻ്റെ ചെയ്യുന്നില്ല. വേണ്ട വണ്ണായ കണ്ട കണ്ട സുന്ദരോ വേണ്ട സുന്ദരമണി പൊന്നുവേ ചുന്ദരമണിയേ എടി ചുന്ദരമണിയേ ഇങ്ങോട്ട് വാടി പെണ്ണെ. ഇത് റോക്കി പെണ്ണെ ഇങ്ങോട്ടൊന്ന് വാടി. എന്തോടി ഇത്ര മണം പിടിക്കുന്നത്? കുച്ചരുതി മോനെ. റോക്കി പെണ്ണെ എൻ്റെ പൊന്നെ ഇപ്പം എന്നെ ശരിയാക്കിയാണല്ലോ. ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് പാടി പെണ്ണെ. എടീ റോക്കി പെണ്ണെ ഇങ്ങോട്ട് പാടി റോക്കി പെണ്ണുമ്പള അടി. നിന്നെ ഞാൻ എൻ്റെ റോക്കി മോനെ, ചേച്ചിയുടെ പൊന്നു മോനെ. തൈതാ ചേച്ചിക്ക് തൈ തരുമോ? ബാ ഒരു തൈ തന്നെ. ഓ തൈ തരാൻ പറയുമ്പോൾ ചൊറിയാൻ കയറി. ചേച്ചിക്ക് ഒരു തൈ താടാ. ഒരു തൈ തന്നേ. ഒരു തൈ ഇങ്ങോട്ട് തന്നേ. ഒരു തൈ താ. എൻ്റെ മുന്നേ എന്നെ കൊന്നേ എൻ്റെ ദൈവമ്മേ. ഈ മുട്ടുപാപ്പിൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. മുട്ടുപാപ്പ നമ്മളെ തെറിയാക്കുവേ. നിൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റത്തില്ല. ഓടി പെണ്ണേ ഓടി. എന്തോടി നിൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റാതെ. ചുന്ദരിമണിയാ ചുന്ദരിമണി ആണ്. സത്യവാ. എൻ്റെ രണ്ടാമത്തെ മാസത്തിൽ ഇവന് വയ്യാതായപ്പം പിന്നെ പനി എന്തോ കൂടിയായിരുന്നു. മറ്റേ ടൈമിൽ ഇവനെ ഒരുപാട് നമ്മൾ എടുക്കുമായിരുന്നു. അന്നേരമൊക്കെ അവൻ കുസൃതിയൊന്നും അധികം ഇല്ലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എടുത്ത് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് അങ്ങ് എടുത്ത് ഒരുപാട്. അങ്ങനെ വലുതായി വന്നപ്പോൾ എടുക്കാൻ ഇവൻ സമ്മതിക്കത്തില്ല. ഇവനെ കുസൃതി. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ഇന്നലെ ഞാനൊന്ന് എടുത്ത ആളിന്നലെ ഇങ്ങനെ കാമായിട്ടിരുന്നപ്പം ഞാൻ പോയിന്ന് എടുത്തിട്ട് അങ്ങോട്ട് വെച്ചതും വീണ്ടും ഭ്രാന്തളായി. എന്ന് പറയുമ്പോൾ ഭയങ്കര കുസൃതി. ഇവരെന്താ ചാടി നമ്മുടെ ദേഹത്ത് കയറണം, നമ്മളെ കടിക്കണം, ഇതൊക്കെയാണ് കുസൃതിക്ക് വേണ്ടി. തമാശക്കടി കേട്ടോ, സീരിയസ് ആയിട്ട് കടിക്കുന്നതല്ല. അങ്ങനെ പിന്നെ ഞാനെന്ത് ചെയ്തു, എടുത്തിട്ട് ഒരു ഉമ്മയും കൊടുത്തിട്ട് അവിടോട്ട് വെച്ച്. അപ്പോഴത്തേനും ആളെൻ്റെ അടുത്ത് ചാടി കയറി എൻ്റെ ദേഹത്തോട്ട്. പിന്നെ അമ്മ അതിൻ്റെ തുടലെ പിടിച്ചേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ഇരുത്തം കണ്ടോ, പാവത്താനെ പോലെ ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തോന്നി ദൈവമേ എന്തൊരു പാവം പട്ടിക്കുഞ്ഞാണ്. പാവം തന്നെ, ഭയങ്കര സ്നേഹമാണ്, പാവമാണ്, കുസൃതിയാന്നേ ഉള്ളൂ എൻ്റെ കുഞ്ഞിന്.
എൻ്റെ കൊച്ചു മനുഷ്യനെ കുസൃതിയാണ്. കുഞ്ഞിക്കാലും കുഞ്ഞിക്കയ്യും എൻ്റെ പൊന്നിൻ്റെ. മോനെ 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 കൈതാ ചേച്ചിക്ക്, കൈതാടാ ഇത്, കൈതാടാ പൊന്നെ, എടി കൈതാടി. ഓക്കെ മോനെ, ഓക്കെ മോനെ. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. ഓക്കെ മോനെ, ഓക്കെ മോനെ. എന്നാ മോനെ, മോനെ വേണ്ട, നിൽക്കുന്നുണ്ടോ ഇവനെ കുസൃതിക്കാരനാണ്. കുസൃതിക്കാരാ പിന്നെ ഞാൻ ഏട്ടാ. അയ്യോ എന്ത് ചൊന്തിരി ബാബടിയാ, നീ ഒരു സുന്ദരി ബാബടിയാടി, ബാബടി. കേട്ടൊരു പെണ്ണെ, എന്തൊരു നോക്കുന്ന ഇങ്ങനെ, എന്തടി റോക്ക് പെണ്ണ, എന്തൊരു സുന്ദരിയാടി നീ. ഇവിടെ ഇരുത്തും നമ്മൾ ഭാവം കണ്ട തോന്നും നമ്മൾ ഭയങ്കര പാവമാണ്. നമ്മൾ സത്യത്തിൽ പാവാണോടി, ആണോടി പാന്തി. ശരി.